മതപരിവർത്തനം ആരോപിച്ച് രാജ്യത്ത് വീണ്ടും അതിക്രമം. ഒഡീഷയിലെ ജലേശ്വറിൽ കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ ആക്രമണമുണ്ടായി. മതപരിവർത്തനം ആരോപിച്ച് 2 വൈദികരെയും കന്യാസ്ത്രീകളെയും ബജ്രംഗ് ദൾ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്നാണ് പരാതി. പരിവാർ സംഘടനകളുടെ ക്രൈസ്തവ വേട്ട അവസാനിപ്പിക്കണമെന്ന് സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടു. ആക്രമണത്തെ അപലപിച്ച് നേതാക്കൾ രംഗത്തെത്തി. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച്, മതപരിവർത്തന ആരോപണം ഉന്നയിച്ച് സംഘപരിവാറിൻ്റെ ആക്രമണത്തിന് വിധേയമാകുന്നൊരു വിഭാഗമായിട്ട് കന്യാസ്ത്രീകളും വൈദികരും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഡബിൾ എൻജിൻ സർക്കാരുകൾ, അത് ഒഡീഷയിലാകട്ടെ, ഛത്തീസ്ഗഡിലാകട്ടെ, മധ്യപ്രദേശിലാകട്ടെ, അവരുടെ ഡബിൾ എൻജിൻ മുഴുവൻ ഉപയോഗിക്കുന്നത് ഇത്തരം കന്യാസ്ത്രീകളെയും പുരോഹിതന്മാരെയും വേട്ടയാടുന്നതിലാണ്. നമുക്ക് ഇത് ചിലവരുടെ രാജ്യമാക്കി മാറ്റുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വളരെ ഗൗരവമായി ഇത് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ തീർച്ചയായും ഈ ജനാധിപത്യ രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന ഇന്ത്യ എന്ന ഏറ്റവും വലിയൊരു ഓട്ടോക്രാറ്റ് രാജ്യമായി മാറും. ഒഡീഷയിൽ ഇതാദ്യമായിട്ടല്ല, നമുക്കറിയാം അവിടെ സ്ഥിരമായി പ്രശ്നമുണ്ടാകുന്നൊരു മേഖലയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് നേരെ ഉണ്ടാകുന്ന ഈ അതിക്രമങ്ങൾ അത് നിയന്ത്രിക്കാനും ഇല്ലാതാക്കാനും പൂർണ്ണ സുരക്ഷ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ ആചാരങ്ങൾ അനുസരിച്ച് അവർക്ക് ജീവിക്കാനും എല്ലാമുള്ള പൂർണ്ണ സുരക്ഷ കൊടുക്കാൻ സംസ്ഥാനങ്ങൾ പരാജയപ്പെട്ടാൽ കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.